ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PG's വേൾഡ്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വയനാട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമായ പോത്തിൻ്റെ കാലാണ്. അപ്പം അത് എങ്ങനെ കുക്ക് ചെയ്തു എന്ന് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ അടുത്ത് എത്തിച്ചേരുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ ഈ പോത്തുംകാലം അങ്ങോട്ട് കറി വെച്ചാലോ. അപ്പോൾ നമുക്ക് എല്ല് കറി വെക്കാനുള്ള അടുപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. അതിലേക്ക് നല്ല അടിക്കനമുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് അതിലൊന്നിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 5-6 പച്ചമുളക് കീറിയിടുന്നുണ്ട്. കുറച്ച് ചെറിയുള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 2-3 സവാള ഞാനിതിലേക്ക് കട്ട് ചെയ്തിരുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 4 തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മുളക് പൊടി, 5 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാല ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എല്ല് ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് കൊടുക്കും. ഇതിൻ്റെ മുകളിലേക്കൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി എല്ല് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ല് നന്നായിട്ട് മുങ്ങി വെന്ത് വരണം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വേവിക്കാം. ഏകദേശം 4 മണിക്കൂറിനടുത്ത് വേവുണ്ട്. എല്ലിൻ്റെ ഉള്ളിലെ മജ്ജിയൊക്കെ നന്നായിട്ട് വിട്ടു വരണമെങ്കിൽ 4 മുതൽ 5 മണിക്കൂർ വരെയൊക്കെ നന്നായിട്ടിരുന്ന് വേവണം. നമുക്ക് ഇളക്കി കൊടുക്കാം. ചാറൊക്കെ ഒന്ന് എല്ലിൻ്റെ മേലേക്ക് ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ടൊന്നുകൂടി നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാറൊക്കെ നല്ല കുറുകി വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ എല്ല് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇറച്ചിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു കുറച്ച് നേരം കൂടി നമുക്ക് മൂടി ഒന്ന് കുറുകാനും കൂടി വെക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി ഞാനത് കാട്ടിത്തരാം. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ കാല് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് ഇലയിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ എല്ലിൻ്റെ വേവൊക്കെ ഒന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. എല്ലിൽ നിന്നൊക്കെ ഇറച്ചി നല്ലോണം വിട്ട് വരുന്നുണ്ട്. നല്ല ജ്യൂസിയായി ഇറച്ചി വെന്തിട്ടുണ്ട്.
നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. രാവിലെ മുതൽ കഷ്ടപ്പെട്ടത് എന്തായാലും വെറുതെ ആയിട്ടില്ല. നല്ല അടിപൊളി വയനാടൻ പോത്തുകാല് നല്ല കറി വെച്ചത് നല്ലോണം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലെ എല്ലിന്റെ ഉള്ളിലെ മജ്ജ കുത്തിയെടുത്ത് പൊറോട്ട കൂട്ടി ഒന്ന് പിടിച്ചു നോക്കാം. അപ്പം നമുക്ക് ഈ മജ്ജ നന്നായിട്ടൊന്ന് കുത്തി പുറത്തേക്ക് ഇടാം. എല്ലിൻ്റെ ഉള്ളിൽ നല്ലോണം മജ്ജയുണ്ട്. അപ്പോൾ മജ്ജ നല്ല രീതിയിൽ കുത്തിയാൽ മാത്രമേ അത് പുറത്തേക്ക് ചാടി വരൂ. നമുക്ക് അടുത്തൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ മജ്ജയും കൂടി ഒന്ന് കുത്തി നോക്കാം. മജ്ജയൊക്കെ നല്ലോണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ മജ്ജയ്ക്ക്. അപ്പോൾ മജ്ജയൊക്കെ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്രേവി കുറച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. നമ്മൾ ഇത് കൂട്ടി കഴിക്കാൻ പൊറോട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഇറച്ചിയും പൊറോട്ടേൻ്റെ ഒരു കഷ്ണവും കുറച്ച് ഗ്രേവിയിലൊക്കെ മുക്കി നമ്മുടെ മജ്ജയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കിയാലുണ്ടല്ലോ, സ്വർഗം കാണും, സ്വർഗം. എല്ലൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഇത് ട്രൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് വയനാട്ടിൽ വരികയാണെങ്കിൽ ഒരുപാട് ഹോട്ടൽസിൽ ഈ വിഭവം ലഭ്യമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് മജ്ജ കുത്തി കഴിക്കാം. ഇറച്ചിയെടുത്ത് ഇതേപോലെ പൊറോട്ടയിൽ മുക്കി നല്ല അടിപൊളിയായിട്ട് നല്ല സ്വാദോടുകൂടി മജ്ജ കൂട്ടി കഴിക്കാം. അപ്പം വയനാടിൻ്റെ തന്നെ സ്വന്തം ഒരു വിഭവം എന്ന് തന്നെ ഞാനിത് പറയും. കാരണം അത്രയ്ക്കും ടേസ്റ്റാണ് ഈ വിഭവം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എനിക്ക് നിങ്ങളെ കൊതിപ്പിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശം. നിങ്ങൾ ഇതൊന്ന് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. ബൈ.